ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭായോഗമായിട്ട് ഒന്നിച്ച് കൂടി വന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നാം ആയിരിക്കുന്നതെങ്കിലും സമർപ്പണത്തോട്, ഏക ഹൃദയത്തോട് കർത്താവിൻ്റെ സന്നിധിയോട് നാം ചേർന്ന് വരികയാണ്. ഹല്ലേലൂയ. കൊയർ ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ പാടും. നമുക്ക് സമർപ്പണത്തോട്, പ്രാർത്ഥനയോട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങപ്പെടുവാനായിട്ട് ഏകാഗ്രതയോട് ഒന്നിച്ചായിരിക്കാം. എല്ലാവരും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും സമർപ്പണത്തോട്, പ്രാർത്ഥനയോടെ ആയിരിക്കാം. കൊയർ അരുൾക അരുൾക എന്നുള്ള പാട്ടിൻ്റെ ചില ചരണങ്ങൾ ഇപ്പോൾ പാടും. നമുക്കൊന്നിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. എന്നെ നിൻ മാർവിൻ
സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ രക്തത്തിൻ്റെ വിലകളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീടെ ചേർന്ന് വരുവാൻ, ഹല്ലേലൂയ, അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ ഓമനകുമാരനും ഞങ്ങളുടെ രക്ഷിതാവുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പാദപീടെ ചേർന്ന് വരുന്നു. ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് തോണം അങ്ങേ ആരാധിക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ വിശുദ്ധ സ്വഭാവവുമായിട്ട് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. കൂടി വന്നവരെല്ലാവരും ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനും ഞങ്ങൾ ഒന്നിച്ചായിരിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച വട്ടം കൂടെ കർത്താവ് ഞങ്ങളെ കാത്തല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുത്തെ പാദപീഠയായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടുത്തെ സന്തോഷം അനുഭവിപ്പാൻ, അവിടുത്തെ ആലോചനകൾ കേൾക്കുവാൻ, തിരുവചനത്തിൻ്റെ സത്യങ്ങളിൽ സന്തോഷിക്കുവാൻ, ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഏറ്റവും ഉറപ്പാക്കുവാൻ പ്രത്യാശയോടെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ദിനങ്ങൾ ഓർത്ത് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഒന്നിച്ച് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാടുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, സങ്കീർത്തനങ്ങളാൽ സ്തുതികളാൽ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കിക്കാട്ട്, ശുശ്രൂഷകൾ ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ അധികാരപ്പെടുത്തിക്കാട്ട്, വചനത്തിൻ്റെ മർമ്മങ്ങൾ കർത്താവെ ഞങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയനിലങ്ങളെ ഒരുക്കിക്കാട്ട്, ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പൈതങ്ങളോട്, ഞങ്ങളുടെ യൗവനക്കാരോട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട്, ഞങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും, ഞങ്ങളുടെ മൺകൂടാരങ്ങൾ അവിടുത്തെ ശക്തി വ്യാപരിക്കുന്നത് ഞങ്ങൾ ഏറ്റെടുക്കുവാനും കർത്താവെ ബലം ധരിച്ചവരായി അവിടുത്തെ സന്നിധിയിലായിരിക്കാനും നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കൊള്ള കണ്ടുകെട്ടിയവരെ പോലെ അവിടുത്തെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചാട്ട് എല്ലാ ശുശ്രൂഷകളും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിന് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കാരണമാക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. ചില പാട്ടുകൾ നാം പാടി കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പോവുകയാണ്. എല്ലാവർക്കും ഇടം മറന്ന് ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെ തട്ടി ആയിരിക്കുന്ന ഇടങ്ങളിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ ധ്യാനത്തോട് ഹല്ലേലൂയ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനും വീണ്ടെടുത്ത ദൈവിക വഴികളോർത്ത് കർത്താവിനെ നാം മഹത്വപ്പെടുത്തുവാനും പോവുകയാണ്. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാനിടയാകട്ടെ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നുള്ള പാട്ടിൻ്റെ ഹല്ലേലൂയ ചില വരികൾ നാം പാടി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. കൊയർ ആ പാട്ട് ലീഡ് ചെയ്യുമ്പോൾ സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടാം. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ. ഹല്ലേലൂയ. എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, ഉള്ളം നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വീണ്ടെടുത്ത വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് തരുന്ന മുഖാന്തരങ്ങൾക്കായിട്ടും സമയത്തിനായിട്ടും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ പാടി വാഴ്ത്തുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം സഹായിക്കുന്നല്ലോ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിൽ എന്ത് നന്മ നീ കണ്ടു കർത്താവേ. ഞങ്ങളിൽ ഒരു നന്മയും ഇല്ലായിരുന്ന കാലത്ത് നീ ഞങ്ങളെ തേടി വന്നു. ഹല്ലേലൂയ. പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ മരിക്കാൻ, പിതാവിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുക. ഹല്ലേലൂയ. ഒരു നന്മയും ഇല്ലായിരുന്ന കാലത്ത് തന്നെ, ഒരു മാന്യതയും പറയാനില്ല, ദയ ഒന്നു മാത്രം, കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രത്താൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്ത് നന്മ എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മകൾ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ആ വാക്യങ്ങളൊക്കെ പലയിടത്തും ഉദ്ധരിക്കാറുണ്ടെങ്കിലും ആക്ച്വലി നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്ന നന്മകൾ ഇതിനു മുൻപൊരു മനുഷ്യർ അറിഞ്ഞിട്ടില്ല. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും അത് മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അത് നമുക്ക് കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുക. ഒരു കണ്ണ് കണ്ടിട്ടില്ല ദൈവം തനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. കാൽവറി ക്രൂസിലൂടെ നമ്മളെ വീണ്ടെടുക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദം തോന്നിയതിനാൽ ആ ദയ ഒന്നുകൊണ്ട് മാത്രം, ആ കൃപ ഒന്നുകൊണ്ട് മാത്രം നാം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിൽ എന്ത് നന്മ കർത്താവെ. യാതൊരു നന്മയും ഇല്ലായിരുന്ന സമയത്ത് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. നന്ദി പറയാം കർത്താവിൻ്റെ പാതപീഠത്തെങ്കിൽ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോട് വീണ്ടും ആ പാട്ടിൻ്റെ വരികളൊക്കെ ചേർന്ന് പാടുമ്പോൾ നമ്മുടെ ഉള്ളം നിറഞ്ഞ്, നമ്മുടെ കണ്ണ് നിറഞ്ഞ് നന്ദിയുള്ള ഹൃദയത്തോട് കർത്താവിനെ സ്തുതിക്കുവാൻ. കാര്യം നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് കർത്താവ് നോക്കുന്നത്. പാട്ടിൻ്റെ ട്യൂണോ ഓഫ് കോഴ്സ് അതിനെ താളത്തിലും ട്യൂണിലുമൊക്കെ പാടുന്നത് നല്ലത് തന്നെയാണെങ്കിലും അതിലൊന്നുമല്ല പ്രസക്തി. നമ്മുടെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ പാട്ട് അർത്ഥത്തോടു കൂടി നമ്മളത് ആലാപിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മുടെ ആ ഒരു നന്ദി കരയറ്റുന്നതിലാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക് ഇടയാക്കുന്നില്ല. വീണ്ടും ഒരു പാട്ട് കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്തനെ വാഴ്ത്തി വണങ്ങി എന്നുള്ള പഴയ പാട്ട് ചേർന്ന് പാടി നമുക്ക് കരങ്ങളെ തട്ടി പാടി സന്തോഷിക്കാം. കർത്തനെ വാഴ്ത്തി വണങ്ങി. അവൻ നല്ല
സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, പാടി വണങ്ങുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഇടയാക്കുന്നില്ല. ഈ വിശുദ്ധ സഭായോഗം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമെന്ന് നാം സന്തോഷത്തോട് പറയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ എല്ലാവർക്കും ദൈവം ഇടയാകട്ടെ. കർത്തനെ വാഴ്ത്തി വാഴ്ത്തി വണങ്ങി എന്ന് നീക്കും അവനെ സ്തുതിക്കുന്നു എന്ന് ചേർന്ന് പാടുവാൻ കർത്താവ് നമുക്ക് സഹായിച്ചല്ലോ. ഒന്നിച്ച് മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാനും എല്ലാവർക്കും ഇടയാകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പാടി മഹത്വപ്പെടുത്തി അല്പസമയം കൂടി ആയിരിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ സമയം അതിനെ അനുവദിക്കുന്നില്ല. മുന്നോട്ട് ശുശ്രൂഷകൾ നിറപടിയായി നിവൃത്തിയാകേണ്ടതായിട്ടുണ്ടല്ലോ. ബൈബിൾ റീഡിങ്ങിനായിട്ട് നമ്മൾ കടക്കുകയാണ്. കരങ്ങളിൽ ബൈബിളുള്ളവരെല്ലാവരും അതെടുക്കുകയും വായിച്ച് കേൾക്കുവാൻ പോകുന്ന വേദഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം എല്ലാവരും ഇടയാക്കേണ്ടതിനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സിസ്റ്റർ സെലിൻ തോമസ് മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. സിസ്റ്റർ സെലിൻ തോമസ്. മലാഖി പ്രവചനം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നതിനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നതിനെ പോലെയും ഇരുന്നുകൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. അന്ന് യഹൂദയുടെയും യെരുശലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്തെന്ന പോലെയും പണ്ടത്തെ ആണ്ടുകളിൽ എന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും. ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും. ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. യഹോവയായി ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വായിച്ചു കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ആ വേദവചനത്തിൽ കൂടി ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മൾ കേൾക്കുവാൻ, ദൈവവചനം അത് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ, അത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാകിയാൽ, ഹല്ലേലൂയ, അത് ശക്തിയേറിയ വചനമാകിയാൽ, അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവിക ആലോചനകളാകിയാൽ, അരുളപ്പാടുകളാകിയാൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കട്ടെ. തുടർന്ന് നാം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകൾ വണക്കുവാനായിട്ട് പോവുകയാണ്. 5 വിഷയങ്ങൾക്ക് വേണ്ടി തുടർമാനമായി നാം ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സഭയായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാം ഒന്നിച്ച് കൂടി വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക. അതിന്മേൽ ദൈവം പ്രവർത്തിക്കുകയും നമ്മുടെ ഹൃദയങ്ങളെയും നനവുകളെയും സ്വർഗീയ സമാധാനത്താൽ ദൈവം നിറയ്ക്കുകയും ചെയ്യുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. 5 വിഷയങ്ങളാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. 1, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച ആ രക്ഷണീയ പ്രവൃത്തി. നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ചെതറിക്കിടക്കുന്നു അവരോടെല്ലാം ഈ സത്യസുവിശേഷം അറിയിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കേണ്ടതിനായിട്ട്, അധികാരത്തോട് അഭിഷേകത്തോട് ദൈവത്തിൻ്റെ ഈ മാറ്റമില്ലാത്ത വചനം പ്രസ്താവിക്കുവാൻ ദൈവം കൃപ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2, ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകൾ, തുറന്നോസിൻ്റെ പാഠശാല, അപ്രൂവ്ഡ് വർക്ക്മെൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ ഗേറ്റ് TV, ദ ഗേറ്റ് ഹിന്ദി സെഷൻ, ദ ഗേറ്റ് മിനിസ്ട്രീസിലൂടെ നടക്കുന്ന യൂട്യൂബ് പ്രവർത്തനങ്ങൾ, ICPM, ഇന്നർ സർക്കിൾ, ഇതിലെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം. അതായത്
ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവത്തോട് നിരപ്പിച്ചിരിക്കുന്നു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടപ്പോൾ അതിലെ വിശ്വാസത്താൽ ഈ ലോകത്തിൻ്റെ പാപങ്ങളെ കണക്കിടാതെ ദൈവം ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി തന്നോട് നിരപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ, ആ ക്രൂസിലൂടെ നിവർത്തിയായിരിക്കുന്ന ഈ മഹാസന്തോഷം, ഈ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ദൈവം നമ്മളെ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി ഈ ലോകത്തിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ആ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് അതിന്മേൽ ജയം തരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഭാഗമായി കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നാം ആരംഭിച്ചിരിക്കുന്ന ദൈവിക പ്രവർത്തികൾ, കർത്താവിൻ്റെ സഭ പല സ്ഥലങ്ങളിലായിട്ട് ആയിരിക്കുന്നു. അനേക ദൈവദാസന്മാർ അതിൽ പ്രവർത്തിക്കുന്നു, അതിന് ലീഡ് ചെയ്യുന്നു. കുടുംബമായിട്ട് ദൈവം അവരെല്ലാം അനുഗ്രഹിക്കുകയും ശക്തന്മാരായിട്ട് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിനായിട്ട്, അനുഗ്രഹത്തോട് അനേക ആയിരങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ ദൈവം അതിലൂടെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാലാമതായിട്ട് അനേകരെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളോട് അപേക്ഷിച്ചിട്ടുണ്ട്. സ്കൂളിൽ എക്സാംസ്, ഹയർ സ്റ്റഡീസിലുള്ള എക്സാംസിലൊക്കെ ആയിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പലരും പ്രോജക്ട്സിൽ, അസൈൻമെൻറ്റുകളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ടും വിജയം കാണുവാൻ പ്രത്യേക കൃപ അവരുടെ മേൽ പകരേണ്ടതിനായിട്ടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, പലവിധമായ ബുദ്ധിമുട്ടുകളിൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവം കടാക്ഷിക്കേണ്ടതിനായിട്ട്, സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ട്, വിടുതലും സമാധാനവും ദൈവം പകരേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒരു സംവത്സരം കൂടെ പിന്നിടുവാനും കുടുംബജീവിതത്തിൽ ഒരു സംവത്സരം കൂടെ പിന്നിടുവാനും ഒക്കെ ദൈവം ഭാഗ്യം കൊടുത്തവരുണ്ട്. നന്ദി വാചകങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അനേകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം ദൈവം സഹായിക്കേണ്ടതിനായിട്ടും കർത്താവിൻ്റെ കരം വീണ്ടും അവരോട് കൂടെ ഇരുന്ന് വഴി നടത്തേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ദൈവിക അനുഗ്രഹമായത് അത് എല്ലാ ഭവനത്തിന്മേലും അന്വർത്ഥമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന അനേക സഹോദരി സഹോദരങ്ങളുണ്ട്. പല വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കണമെന്നുണ്ട്, എന്നാൽ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഹൃദയങ്ങളെ, നിലവുകളെ ദൈവം അറിയുന്നു. അവരേത് വിഷയവുമായിട്ട് ഞരക്കത്തോടെ ആയിരിക്കുന്നുവോ അതിന്മേൽ കർത്താവിൻ്റെ കരം ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപേ കാണുവാനും അത്ഭുത വിടുതലും സമാധാനവും സൗഖ്യവും ഈ വിഷയത്തിൽ അവർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാനും ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിന്മേൽ തൃക്കരം വെച്ച് ഞങ്ങളെ ആശീർവദിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗങ്ങളിൽ, പ്രയാസങ്ങളിൽ, മാനസിക വ്യഥകളിൽ, സാമ്പത്തിക പ്രയാസങ്ങളിൽ ഒക്കെ ഭാരപ്പെട്ടായിരിക്കുന്നവരുണ്ട്. കർത്താവെ, ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പേ കർത്താവിൻ്റെ ഹിതം അതിൽ നിറവേറുവാൻ അങ്ങ് സഹായിക്കേണ്ടതിനായിട്ട് അങ്ങ് പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങൾ ഇതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനാൽ നീ ഞങ്ങളെ ബലപ്പെടുത്തും. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ പാടുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചു. വചനം ധ്യാനിക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കി. പകർന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ വിശേഷാൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവിക വന്ദനങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള അല്പസമയങ്ങൾ 30-40 മിനിറ്റ്സ് നാം തിരുവചനത്തിൽ നിന്ന് വീണ്ടും ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട്, ഇടപെടേണ്ടതിനായിട്ട് സമർപ്പണത്തോട് നമുക്കൊന്നിച്ചായിരിക്കാം. മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ, അതാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം. വേർപാടിൻ്റെ നടുച്ചുവർ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, തുടർമാനമായി നാം ചിന്തിച്ചു വരുന്ന വിഷയത്തിൻ്റെ വേറൊരു ഭാഗം, വേറൊരു ഡയമെൻഷൻ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് ആണ് നാം ഇന്ന് ചിന്തിക്കുന്ന മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ, വേർപാടിൻ്റെ നടുച്ചുവർ. എന്തിൻ്റെ വേർപാടാണ്? ആരിൽ നിന്നുള്ള വേർപാടാണ്? എവിടെയാണ് ഈ നടുച്ചുവറിൻ്റെ ആവശ്യം? എന്തിനാണ് അത് ബിൽഡ് ചെയ്തത്? ആരാണ് അത് ഇടിച്ചു കളഞ്ഞത്? ഇന്ന് ആ വേർപാടിന് നടുച്ചുവറുണ്ടോ? എന്തായിരുന്നു ആ വ്യത്യാസം?
നാം ആദാമിൻ്റെ കാലം മുതലേ, നമ്മെ സൃഷ്ടിച്ച നാൾ മുതലേ ദൈവത്തിൻ്റെ മക്കളും വിളിക്കപ്പെട്ട ജനവുമായിരുന്നോ, അതോ നമ്മൾ തള്ളപ്പെട്ട് കിടന്നിരുന്ന ജനമാണോ? വിളിക്കപ്പെട്ടിരുന്ന ഒരു ജനം ഉണ്ടായിരുന്നോ? ഇതിനിടയിലൂടെ ദൈവം ബിൽഡ് ചെയ്ത ഒരു വേർപാടിന് നടിച്ചുവറുണ്ടോ? അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നാം ഇന്ന് ഇതിലൂടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്കും നിങ്ങളുടെ പ്രത്യാശയ്ക്കും ഒക്കെ ആക്കം കൂട്ടുവാനായിട്ട്, ഉത്സാഹം കൂട്ടുവാനായിട്ട് ഇടയാകും. യാതൊരു യോഗ്യതയും ഇല്ലാതെ കിടന്നിരുന്ന, വിളിക്കപ്പെടുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതായിരുന്ന നമുക്ക് ദൈവം തന്ന ആ വലിയ ഭാഗ്യമോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. ഈ യഹൂദിയ വിളിയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്തീയ വിളിയും എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് അപ്രീഷിയേറ്റ് ചെയ്യുവാനും ദൈവം നിങ്ങൾക്ക് ഇതിലൂടെ ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് നമുക്ക് സമർപ്പണത്തോടെ ആയിരിക്കാം. ഇവിടെയും ഈ വിഷയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് സത്യം ഞാൻ എല്ലാ വിഷയത്തിലും എല്ലാ മീറ്റിങ്ങിലും ഓർപ്പിക്കാറുള്ള ഒരു ബേസിക് സത്യം നമ്മൾ മനസ്സിലാക്കണം. 2 വിളികളുണ്ട് ദൈവത്തിൻ്റെ വിളി, 2 പദ്ധതിയാണ്. ഒന്ന് മറഞ്ഞിരുന്ന പദ്ധതിയും ഒന്ന് വെളിപ്പെട്ട പദ്ധതിയുമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് വെളിപ്പെടുവാനായിട്ട് നാം പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ ക്രിസ്ത്യൻഡത്തിലൊരു മാസീവ് ചേഞ്ചാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ മറിയുവാനായിട്ട് ഇടയായിത്തീരും. നാം യഹൂദിയ പദ്ധതിയുടെ ഒരു എക്സ്റ്റൻഷൻ അല്ല, അതിൻ്റെ ഒരു ഓഫ് ഷൂട്ട് അല്ല. യഹൂദിന് നമ്മളുമായിട്ട് പ്രത്യേകിച്ച് ഓർഗാനിക് കണക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ പദ്ധതി സ്വർഗത്തിൽ നിന്നും ദൈവം പാരച്യൂട്ടിൽ ഇറക്കിയതുപോലെ ഒരു പാരന്തറ്റിക്കൽ പ്രോഗ്രാമാണ്. ഒരു പാരന്തസിസിനകത്തിൽ നിൽക്കുന്ന, ഒരു ബ്രാക്കറ്റ് പീരീഡിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ മഹത്വം എന്താണ് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. വാസ്തവമായിട്ട് ആ വിളിയും തിരഞ്ഞെടുപ്പും എന്താണ്, ഇതിന് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമുക്ക് ആ കിട്ടിയിരിക്കുന്ന മഹാഭാഗ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ആ സന്തോഷത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്കിടയാകുകയും ചെയ്യും. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നാം ദൈവത്തെ വിളിക്കുന്ന വിളിക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്നും അറിയാതെ അപ്പനപ്പൂപ്പന്മാർ മുതലേ ചെയ്തു വരുന്ന ഒരു കാര്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ പോയി നിന്ന് കൊടുക്കുന്നു, പാടുന്നു, കുരിശു വരയ്ക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈണത്തിലും താളത്തിലുമൊക്കെ പാടി നമ്മൾ ചാടി മറിഞ്ഞ് സന്തോഷിച്ചിട്ട് വരുന്നു. അതും നാം കാര്യം മനസ്സിലാക്കി കർത്താവേ എന്നൊന്ന് വിളിക്കുന്നതിലുള്ള വ്യത്യാസവും രണ്ടാണ്. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതിൽ സന്തോഷിച്ച് അത് ലഭിക്കുന്ന ഒരു പ്രത്യാശയെ നോക്കി പാർത്തുകൊണ്ട് കർത്താവിനെ പാടി സ്തുതിക്കുന്നതും, ഒന്നും അറിയാതെ എന്തൊക്കെയോ നടന്നു, നമുക്കതിനെക്കുറിച്ച് വലിയ നിശ്ചയമൊന്നുമില്ല, പക്ഷെ അങ്ങനെ ചെയ്തു പോകുന്നു, നമ്മളും അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ, ഇപ്പം ഞാനത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പം എൻ്റെ മകൻ അവന് എൻ്റെ സ്ഥലത്ത് നിന്നും വേറൊരു ദൂര സ്ഥലത്ത് പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് ഞാൻ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു കൊടുത്ത് താമസിക്കാനായിട്ട്, അവൻ അത്യാവശ്യം കോളേജിൽ പോകാനും എടുക്കാനായിട്ടൊരു വാഹനം മേടിച്ചു കൊടുത്തു. പിന്നെ അവൻ അത്യാവശ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചിലവാക്കുവാനായിട്ടൊരു ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ട് അവൻ അതിൽ വേണ്ടുന്നത്രയും കാശും ഇട്ടിട്ട് ഞാനൊരു ATM കാർഡും അവന് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം അവിടെ റെഡി ആയിരിക്കുക. പക്ഷെ എന്നുണ്ടെങ്കിൽ അവൻ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. അവന് അവിടെ പോയിട്ട് കിടക്കാൻ ഇടമില്ലാതെ ഏതെങ്കിലും റോഡിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സന്ധ്യയ്ക്ക് വന്നിട്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ കിടന്നിട്ട് ആഹാരത്തിന് വഴിയില്ല, ഇല്ല മുടിയൻ പുത്രൻ്റെ കഥ പറഞ്ഞതുമാതിരി പന്നി കഴിക്കുന്ന ആ സാധനം കിട്ടിയാലും കഴിക്കാമായിരുന്നു എന്നുള്ള നിലയിൽ അലഞ്ഞു തിരിഞ്ഞ് 5 പൈസ കയ്യിലില്ലാതെ വല്ലവരുടെയും കൈ നീട്ടി കടം വാങ്ങിച്ച് ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഞാൻ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഞാനത് കാണാനിടയായി കഴിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം പ്രയാസമുണ്ടാകും. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുക. എൻ്റെ മകന് വേണ്ടി ഞാൻ അവന് വേണ്ടി ഒരു ഫ്ലാറ്റ് എടുത്തിട്ടിട്ട് അവനൊരു വാഹനം മേടിച്ചു കൊടുത്തിട്ട് അവൻ്റെ ആവശ്യത്തിനുള്ള പണം ബാങ്കിലിട്ടിട്ട് അവൻ ATM കാർഡ് കൊടുക്കാനെല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോൾ അവനത് മനസ്സിലാക്കാതെ, അവന് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കാശ് എടുക്കാൻ പറ്റും, ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവൻ അവിടെ തന്നെ ഏതെങ്കിലും കടത്തിണ്ണെ കിടന്നുറങ്ങുകയും ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ റോഡിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും അവന് പഠിക്കാൻ പോകാൻ കാശില്ലാതെ അവൻ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം പ്രയാസമുണ്ടാകും. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അവനത് മനസ്സിലാകാതെ നടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തുമാത്രം പ്രയാസമുണ്ടാകും. എനിക്ക്
എൻ്റെ മകനെക്കുറിച്ച് ആ ഒരു പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളെ രക്ഷിക്കാനായിട്ട് കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ച ഒരു രക്ഷണ്യ പ്രവൃത്തി, അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് ഇത്ര വലിയൊരു സൂപ്പർ ബമ്പർ ലോട്ടറി ഓഫർ ദൈവം കൊടുത്തിട്ട് അത് മനസ്സിലാക്കാതെ അതിനു മുമ്പ് കൊടുത്തിരുന്ന യഹൂദന്മാരെ രക്ഷിക്കാൻ വീണുപോയ ജനത്തിന് ഇന്ന് നിർത്തി വച്ചിരിക്കുന്ന പദ്ധതി, അതിൽ ജനമെല്ലാം ഒരു 10 കോടിക്കണക്കിന് ജനങ്ങൾ അതിൽ ആശ്രയിച്ച് നിന്നു കഴിഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ എത്രമാത്രം ദുഃഖിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് അതിൻ്റെ ഒരു തീവ്രത, അതിൻ്റെ ആഴം ഒന്നൊന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ എത്രമാത്രം നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. ക്രൂശിലൂടെ നിവർത്തിച്ച രക്ഷണ്യ പദ്ധതി, അതിലൂടെ ഒഴുകിയ രക്തം, കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവസ്നേഹം, ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നമ്മളെ കണ്ടിരുന്നത് കൊണ്ട് ഒരു കണ്ണ് കാണാതെ, ഒരു ചെവി കേൾക്കാതെ, ഒരു ഹൃദയത്തിൽ തോന്നാതെ നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സ്വർഗീയ പദ്ധതി നമ്മുടെ മുന്നിൽ തുറന്ന് ലഭിച്ചിട്ട് നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ, അതിനെ നമ്മൾ കണ്ടതുപോലെ പോലും നമുക്ക് അറിയാതെ നമ്മൾ ഒരു വേറെ പദ്ധതിക്ക് പുറകെ പോയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ദുഃഖം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകും. മനസ്സിലാക്കാൻ പറ്റുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ എന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇതിന് ഈ 2 പദ്ധതികളുണ്ടായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. ഭൂമിയെ വീണ്ടെടുക്കുന്ന പദ്ധതി, സ്വർഗത്തെ വീണ്ടെടുക്കുന്ന പദ്ധതി, കിങ്ഡം ഓഫ് ഹെവൻ എന്ന പദ്ധതി, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗസ്ഥലങ്ങളെ വീണ്ടെടുക്കുന്ന പദ്ധതി. ഹല്ലേലൂയ. ഇത് മനസ്സിലായി കർത്താവിനെ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രസാദിക്കും. നമ്മുടെ ഓരോ ആരാധനയിലും, നമ്മുടെ ഓരോ സ്തോത്രത്തിലും, നമ്മുടെ ഓരോ നന്ദിയിലും ദൈവം പ്രസാദിക്കും. ഇത് നമ്മൾ അറിയാതെ നമ്മൾ കുറേ ബഹളം വെച്ചു, കുറേ പാട്ടുപാടി, കുറേ ചാടി മറിഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കൂദാശകളും ശുശ്രൂഷകളും ഒക്കെ ചെയ്തു, നമുക്കൊരു സന്തോഷം ഉണ്ടാകും, നമുക്കൊരു തൃപ്തി ഉണ്ടാകും. യെസ്, സൺഡേ പള്ളിയിൽ പോയി, ആരാധന കഴിഞ്ഞു, എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി, നമുക്കൊരു തൃപ്തി ഉണ്ടാകും എന്നുള്ളതല്ലാതെ ദൈവം നമ്മിൽ പ്രസാദിക്കത്തില്ല. നിങ്ങൾ എൻ്റെ പ്രാകാരങ്ങളിൽ വരുന്നത് എനിക്ക് സഹിച്ചുകൂടാ എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ ആ ദൈവം ആ വിഷയത്തിൽ നമ്മളെ കാണുന്നത്. ഈ അമാവാസിയും നിൻ്റെ ഈ ആരാധനയും നിൻ്റെ സഭായോഗവും ഈ കാഴ്ചകളും ഒന്നും എനിക്ക് വെറുപ്പാകുന്നു. നീ എൻ്റെ അടുക്കൽ എന്നെ ആരാധിക്കാൻ വരുന്നത് തന്നെ എനിക്ക് വെറുപ്പാകുന്നുവെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന ലെവലിലാണ് ദൈവം പലരെയും നമ്മളെ കാണുന്നത്. നിങ്ങൾക്ക് ആ സത്യം ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് 7, 10 ഏറെയായാൽ 80 വർഷം ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ആ 80 വർഷത്തെ ലൈഫ് സ്പാനെ ഭദ്രമാക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നാൽ അതിന് ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ച് വല്ല വിചാരവും നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നിത്യതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പ്രൊമോട്ടഡ് ടു ഗ്ലോറി, കർത്താവിനോട് ദൈവത്തോട് ഒരു പടി കൂടി അടുക്കുകയാണ്. നിത്യമാണ് നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനുഷ്യനാണ്. നമ്മൾ ഈ പുറത്തേത് മണ്ണാങ്കട്ടയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇത് മണ്ണോട് മണ്ണ് ചേർന്ന് പോകും. നമ്മൾ അകത്തിരിക്കുക, നമുക്കൊരു സ്വർഗീയ ശരീരം ലഭിക്കാൻ പോവുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിത്യതയിൽ നാം നിത്യദണ്ഡനം അനുഭവിക്കാൻ പോകുന്ന വേറൊരു ശരീരം നമുക്ക് ലഭിക്കും. അതിൽ നമ്മൾ നിത്യദണ്ഡനം അനുഭവിക്കും. അപ്പോൾ ആ നിത്യതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന അഷ്വറൻസ് ആയത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്ന സ്വർഗീയ വചനമായത്. അതിലെന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇതങ്ങനെ തന്നെയോ എന്ന് ഒരിക്കലെങ്കിലും വായിച്ചു നോക്കുവാനും കേൾക്കുന്നത് അങ്ങനെ തന്നെ ഒന്ന് ചിന്തിക്കുവാനും ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ എന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ ഇൻ സിമ്പിൾ ലാംഗ്വേജ്? നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം തൻ്റെ ജനത്തിനും, അതായത് ദൈവം വിളിച്ച് വേർതിരിച്ച സ്വന്തം ജനമുണ്ട്. അതാണ് ദൈവം തൻ്റെ ജനത്തിനും, തൻ്റെ ജനമല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജാതീയ ജനം, അതായത് വിജാതീയരായ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോയ, ദൈവം അറയ്ക്കപ്പെട്ടവരെന്ന് പറയുന്ന ജനം, അതായത് ദൈവത്തിൻ്റെ ജനത്തിനും ദൈവത്തിൻ്റെ ജനമല്ലാത്തവർക്കും തമ്മിലൊരു വേർതിരിവുണ്ടാക്കുവാനായി ദൈവം അതിനിടയിലൂടെ കെട്ടിയ ഒരു ഒരു നടുച്ചുവർ, അതിനെയാണ് മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ അല്ലെങ്കിൽ വേർപാടിന് നടുച്ചുവർ എന്ന് പറയുന്നത്. അത് തന്നെ ബിൽഡായിട്ട് വന്നതല്ല, പ്രത്യുത ദൈവം പർപ്പസ്ലി അതിനെ ഇടയിൽ ബിൽഡ് ചെയ്തതാണ്.
അങ്ങനെ ഒരു വേർപാടിൻ്റെ നടിച്ചുവർ കാലക്രമേണ അങ്ങനെ വലുതായി വന്നതല്ല, മറിച്ച് ദൈവം ഒരു പ്രത്യേക കാരണത്താൽ പർപ്പസ്ലി അതിനെ അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അത് ദൈവം അഴിച്ചു മാറ്റാതെ തന്നെ മാറിപ്പോകത്തില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേന് അത് തന്നെ അങ്ങ് മാറിപ്പോകത്തില്ല. കൂടാതെ ആ ഒരു വേർപാടിൻ്റെ നടിച്ചുവർ നിൽക്കുന്നിടത്തോളം കാലം ഒരുവന് രക്ഷിക്കപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സൈഡാണ് ദൈവജനം, മറു സൈഡ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാധാന്യ ജനങ്ങളാണ്. അവർക്ക് ദൈവത്തോട് അടുക്കുവാനോ ദൈവമോ ദേവനോ ഒന്നും ഉള്ളവരല്ല. അവർ തമ്മൂസിനെയും അർത്തമീസിനെയും അശേര പ്രതിഷ്ഠകളെയൊക്കെ ആരാധിച്ച് നിൽക്കുന്നവരാണ്. ഒരു 95:5 എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇതിൻ്റെ ഒരു റേഷ്യോ. ഇതിനിടയിലൂടെ ദൈവം കെട്ടിയിരിക്കുന്ന ഒരു വേർപാടിൻ്റെ നടിച്ചുവര. ഇവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു വിശ്വാസത്തിലേക്ക് വരണം, യഹൂദ മതാനുസാരിയായിട്ട് മാറണം, ജൂവിഷ് പ്രോസലൈറ്റായിട്ട് മാറണം. കാര്യം ദൈവപ്രസാദമുള്ള ഒരു ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന പദ്ധതിയാണ്. കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ഇവരെയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം അവരുടെ ദൈവമാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി, സൈന്യങ്ങളുടെ ദൈവമായി യഹോവ അവരുടെ ദൈവമാണ്. അതാണ് ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത്. കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ദൈവം അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ തെറ്റിപ്പോയിരിക്കുന്ന ആടുകൾ, തെറ്റിപ്പോയിരിക്കുന്ന ജനമാണ്. അവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇവിടെ വരണം. മനസ്സിലാകുന്നുണ്ടോ? യഹൂദ മതാനുസാരിയായിട്ട് മാറണം. അതാണ് ഈ വേർപാടിൻ്റെ നടിച്ചുവർ എന്ന് പറയുന്ന 2 ഭാഗങ്ങളായിട്ട് ജനത്തെ മാറ്റിയിരിക്കുക. ഇനി ഈ വേർപാടിൻ്റെ നടിച്ചുവർ നിലനിൽക്കുന്നിടത്തോളം കാലം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നൊരു പദ്ധതി വെളിപ്പെടാൻ പറ്റത്തില്ല. കാര്യം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവിക പദ്ധതിയിൽ യഹൂദനെന്നും ജാതികളൊന്നും പറയുന്നൊരു വ്യത്യാസമില്ല. ദർ ഈസ് നോ ജ്യൂ ഓർ ജെൻഡായിൽ. അങ്ങനൊരു വ്യത്യാസം ഈ ഒരു പദ്ധതിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വേർപാടിൻ്റെ നടിച്ചുവർ നിലനിൽപ്പുള്ള കാലഘട്ടത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് വെളിപ്പെടത്തില്ല. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ വെളിപ്പെട്ടിട്ടില്ല. അതിന് മുൻപെന്ന് പറയുന്നത് ആ ഒരു കാര്യം മറഞ്ഞിരുന്ന മർമ്മമാണ്. ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനോട് അനുബന്ധമായിട്ട് ചില വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്താണ് ഈ ഈ മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ? ദൈവം എങ്ങനെയാണ് അതിനെ ഇറക്റ്റ് ചെയ്തത്, ബിൽഡ് ചെയ്തത്? നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അബ്രഹാമിനോട് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. അബ്രഹാമിൻ്റെ സന്തതിയുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയുടെ ഭാഗമാണ് ഇതെല്ലാം. 17-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 17-ാം അധ്യായം ഉൽപ്പത്തി 17, 12 മുതൽ 14 വരെ. അവിടെ പറയുകയാണ്, തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമം ആയിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ദൈവം ഇവർക്കൊരു നിയമം അവരുടെ ശരീരത്തിൽ അടയാളമായിട്ട് കൊടുക്കുകയാണ്. അവരോട് പറയാം, നിങ്ങൾ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റിരിക്കണം. മറ്റുള്ള ജനത്തിൽ നിന്നും അവർക്കൊരു വേർതിരിവ് ദൈവം അവിടെ കൊണ്ടുവരികയാണ്. ഇവരെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയും അവരുടെ ശരീരത്തിൽ തന്നെ ഒരു അടയാളം കൊടുത്തിട്ട് അവരെ അങ്ങനെ ജാതികളിൽ നിന്ന് ദൈവം വേർതിരിക്കുകയാണ്. അങ്ങനല്ലാതെ ആ നിയമം ചെയ്യാത്തവനെ എൻ്റെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്നാണ് പറയുന്നത്. അവൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഒരുപോലാണ്. ആദാമിൻ്റെ സന്തതികളെ എല്ലാം ദൈവം ഒരുപോലെ കാണുന്നു എന്ന് പറയുന്നത് കണ്ടില്ല? ഒരു ഗ്രൂപ്പിന് ദൈവം പ്രത്യേക കൽപ്പനകളും നിയമങ്ങളും പരിച്ഛേദനയൊക്കെ കൊടുത്ത് ദൈവജനമൊന്ന് മുദ്ര കുത്തി മാറ്റുന്നത് കണ്ടോ? ഇതാണ് ദൈവത്തിൻ്റെ ജനം. മറ്റുള്ളവരോട് ദൈവത്തിന് എന്താ ഇഷ്ടമില്ലാത്ത? ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവർ. അവർ അന്യ ദൈവങ്ങളെ ആരാധിച്ച് പോയിരിക്കുന്നവരാണ്. അവർ അശേരായെയും അസ്തോരത്തിനെയും അർത്തമീസ് ദേവിയെയും തമ്മൂസിനെയും ഒക്കെ ആരാധിച്ച് നിൽക്കുന്നവരാണ്. അവരെ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിൻ്റെ ഒരു സന്തതിയിൽ നിന്നും വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. യഹോവ ദൈവമായി വിശുദ്ധ ജാതിയായി അവൻ അവകാശമായ ഒരു ദൈവജനത്തെ ദൈവം വിളിച്ച് വാർത്ത് വേർതിരിച്ചിരിക്കുകയാണ്. ഇവരെ തമ്മിൽ വേർതിരിക്കുവാൻ ഇതിനിടയിലൂടെ ഇറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർപാടിൻ്റെ നടിച്ചുവർ, അതിനെയാണ് ഈ മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം. ലേവ്യ പുസ്തകം 20-ാമത്തെ അധ്യായം. ഈ പുസ്തകമൊക്കെ ആർക്കാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പുസ്തകവും ന്യായപ്രമാണവും ഒക്കെ കൊടുത്തിരിക്കുന്നത് യഹൂദനാണ്.
ലേവ്യ പുസ്തകം 20-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഇതൊക്കെ ശരിക്കും നിർത്തി വായിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നത്? നമ്മളെല്ലാം ദൈവമക്കളല്ലേ? എൻ്റെ പേര് ജോർജ് എന്നല്ലേ, എൻ്റെ പേര് ചെറിയാൻ എന്നല്ലേ, എൻ്റെ പേര് മറിയാമെന്നല്ലേ? നമുക്ക് എന്താണ് ഒരു വ്യത്യാസം? അവരുമായിട്ട് എന്താ വ്യത്യാസം? നമ്മുടെ വ്യത്യാസം ഇതാണ്. കാര്യം നിങ്ങൾ കുറേ ഇതിന് പുറമോട്ട് നോക്കണം. ഒരു കാലത്ത് നമുക്കിതിനോട് അടുക്കാൻ കഴിയുന്നവരല്ല. കാര്യം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ്. നമ്മൾ ഇസ്രായേൽ ജനത്തോട് യാതൊരു സംബന്ധവും ഇല്ലാത്തവരായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് മുന്നുണ്ടായിരുന്നു. ഇവിടെ അതാ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെയൊക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. ദൈവമായി പറയുന്നത് ജാതികൾ അതാരാ? ഞാനും നിങ്ങളും. അവർ എനിക്ക് അറപ്പായി തീർന്നു എന്ന്. എങ്ങനെ? അറയ്ക്കുന്നവരായി തീർന്നു എന്ന്. ചില ചത്ത മൃഗങ്ങളെയൊക്കെ കണ്ടാൽ നമുക്ക് അറയ്ക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അടുത്ത വാക്യം, നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും. ആരുടെ? ജാതികളുടെ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്താ ഒരു കൺഫർമേഷൻ കൊടുക്കുന്നതെന്ന് നോക്കിയ കർത്താവ്. പിതാവായ ദൈവം അവരോട് പറയുക, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന കർത്താവായ യഹോവയാകുന്നു ഞാൻ. 26-ാമത്തെ വാക്യം, നിങ്ങൾ എനിക്ക് വിശുദ്ധമായിരിക്കണം. നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കണം, വിശുദ്ധ ജനമായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. എത്രമാത്രം റെഫറൻസാണ് പഴയ നിയമത്തിൽ നിന്നുള്ളതെന്നറിയാം. ജാതികളിൽ നിന്ന് ദൈവം വേർതിരിച്ചിരിക്കുന്ന ഒരു ജനമാവർ, തനിച്ചു പാർക്കുന്ന ഒരു ജനമാവർ. നിങ്ങളും അവരും കസിൻസും ചേട്ടനും അനിയനും ഒന്നും അല്ല. നിങ്ങൾക്ക് അവരോട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ അകന്നു പോയിരുന്നവരാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, ദൈവം കോൺസിക്രിയേറ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ദൈവജനമാണ്. അവരെയാണ് വിശുദ്ധ രാജകീയ പുരോഹിത വർഗം എന്നൊക്കെ പറയുന്നത്. നമ്മളത് കയറി ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. യു കനോട്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവരുമായിട്ട് അടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റസിലോ ഒരു സാഹചര്യത്തിലോ ആയിരുന്നില്ല നമ്മൾ. ഈ വായിച്ച് കേൾപ്പിക്കുന്ന പോലെ നിറയെ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് കഴിയും ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇതുകൊണ്ടാണ് യഹോവയ്ക്ക് അവർ പ്രത്യേക ജനമെന്നും വിശുദ്ധ ജാതിയെന്നും അവൻ അവകാശമായ ജനമെന്നും ഒക്കെ പറയാൻ കാരണം. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായി, അവർക്ക് അവരുടെ മുന്നിൽ യുദ്ധവീരനായി ദൈവം അവരെ കരം പിടിച്ച് നടത്തുന്നത് അതിനാണ്. മനസ്സിലായോ? അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയിട്ടില്ല, അവരുടെ ഡ്രസ്സ് പഴകിപ്പോയിട്ടില്ല. അവരെ മരുഭൂമിയിൽ നടത്തുന്ന ദൈവം, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും, അവരെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര കാണിച്ച് മന്നായും കാടപ്പക്ഷിയും ഒക്കെ കൊടുത്ത്, മനസ്സിലായോ? ദൈവം അന്നേക്കുള്ള ആഹാരം കൊടുത്ത് അവരെ കൈക്കൊമ്പിളിൽ കൊണ്ട് നടക്കുന്ന ദൈവം. ബിക്കോസ് അവർ ദൈവജനമാണ്. അതൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. റോമാലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ. ഈ വാക്യവും എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യവും, ഇത് രണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് സൈഡ് ബൈ സൈഡായിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന് വായിച്ച് കേൾപ്പിക്കണം. ഒരെണ്ണത്തിൻ്റെ നേരെ ഘടകവിരുദ്ധമാണ് മറ്റേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് യഹൂദനോട് പറഞ്ഞിരിക്കുന്നത്, മറ്റേ ജാതികളോട് പറഞ്ഞിരിക്കുന്നതുമാണ്. നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ആലയത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം നിങ്ങൾക്കത് മനസ്സിലാകാനായിട്ട്. റോമാലേഖനം 9-ാം അധ്യായം എൻ്റെ 4-5 വാക്യങ്ങൾ ആദ്യം വായിച്ചിട്ട് കമ്പയർ വിത്ത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ റോമാലേഖനം, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. എപ്പോഴേലൊക്കെ സൗകര്യം കിട്ടുമ്പോൾ എടുത്തൊന്ന് നിർത്തി വായിക്കണം. നമ്മളെന്താണ് ദൈവം നമ്മൾ യഹൂദനെ പോലെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നമ്മൾ ഇന്ന് നമ്മൾ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും ഒരേ പ്രിവിലേജാണ്. നമ്മളെക്കാട്ടിൽ ഒട്ടും കൂടിയവരല്ല അവർ, നമ്മൾ ഒട്ടും കുറഞ്ഞവരുമല്ല. നമ്മുടെ സെയിം ലെവലിലാണ് അവരുടെ സെയിം ലെവലിലാണ് ഇന്ന് നമ്മൾ. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഈ വേർപാടിന് നടിച്ചുവർ ഇടിച്ച് കളയുന്നതിന് മുമ്പൊരു കാലം. അവിടെ പറയുകയാണ്, അവർ ഇസ്രായേലിയർ
പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? ഓരോരോ വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു പോയെങ്കിലും അതിനൊന്നും മനസ്സിലാക്കുന്നു. ആരാധന അവർക്കുള്ളത്, ന്യായപ്രമാണം അവർക്കുള്ളത്, നിയമങ്ങൾ അവർക്കുള്ളത്, വാഗ്ദത്തങ്ങൾ അവർക്കുള്ളത്. എന്തോ വാഗ്ദത്തം, എന്ത് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടോ അത് മുഴുവൻ അവർക്കുള്ളതാണ്. അടുത്തത്, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. അതാരാ? നമ്മൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറയുമല്ലോ, ആ പിതാക്കന്മാർ അവർക്കുള്ളവരാണ്. ക്രിസ്തുവും അവരിൽ നിന്നല്ലോ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. നമ്മൾ പറയുന്ന കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവും ഉത്ഭവിച്ചത് അവരിൽ നിന്നാണ്. അവരുടെ ലീനിയേജിലാണ് കർത്താവ് ഈ ലോകത്തിൽ വരുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, അബ്രഹാമിൻ്റെ സന്തതിയായി ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞ് തുടങ്ങുക. കർത്താവായ യേശു ക്രിസ്തുവും ആ പാരമ്പര്യത്തിലും ആ വംശാവലിയിലുമാണ് ലോകത്തിലേക്ക് വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യഹൂദനുള്ളതാണ്. നമുക്കിതിനോട് അടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അറയ്ക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരുമായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. അവിടെ പറയുകയാണ്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. ആരെക്കുറിച്ചാണെന്നറിയാമോ? എഫേസോസിലെ സഭ, അതായത് നമ്മളെക്കുറിച്ച് പറയുക. അക്കാലത്ത്, അതെന്ന് ഇങ്ങനൊരു മുൻകാലം നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴല്ല, അക്കാലത്ത് നിങ്ങൾ ഈ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും. അവരോട് പറഞ്ഞത് വാഗ്ദത്തം അവരുടെയാണ്, ന്യായപ്രമാണം അവരുടെയാണ്, പിതാക്കന്മാർ അവരുടെയാണ്, ആരാധനയും പ്രത്യാശയും എല്ലാം അവരുടേതാണ്. ഇവിടെ നമ്മളോട് പറയുകയാണ്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ഇതാണ് നമ്മുടെ സ്ഥിതി. ഇതിന് രണ്ടിനെയും കൂടെ സൈഡ് ബൈ സൈഡായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങളെ കാണിക്കേണ്ട യഹൂദൻ്റെ പ്രിവിലേജ് എന്താണ്, നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്. ഇങ്ങനൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഇന്ന് അങ്ങനെയാണെന്നല്ല. ഇന്ന് യഹൂദന് നമ്മളെക്കാട്ടിൽ ഒരു പ്രിവിലേജും കൂടുതലില്ല. എല്ലാവരും ഇന്ന് ഒരേ ലെവലാണ്. ദർ ഇസ് നോ Jew or Gentile, for by one Spirit are we all baptized into one body. ഒരു ശരീരമാക്കി നാം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തി നാം ആ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. There is no Jew or Gentile, whether we be Jew or Gentiles, whether we be bond or free. നമ്മളിവിടെ യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല, ദാസനെന്നുമില്ല, യജമാനെന്നുമില്ല, സ്വതന്ത്രനെന്നുമില്ല. എല്ലാവരും ഇന്ന് ഒരുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം തുല്യരാണ്. നമ്മളെല്ലാവരും മക്കളാണെന്നുള്ള അധികാരത്തിലേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുക. വേർപാടിന് നടിച്ചുവർ ഇവിടെ ഇല്ല, അത് ഇടിച്ചു കളഞ്ഞിരിക്കുക. എന്നാൽ അതിന് മുൻപ് ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇതൊരു പച്ച പരമാർത്ഥമാണ്. ആ കാലത്ത് നമുക്ക് രക്ഷപ്പെടാനുണ്ടായിരുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? യഹൂദ മതാനുസാരിയായിട്ട് മാറുക. ഇന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നത് യഹൂദ മതാനുസാരിയായിട്ട് മാറിയിട്ടാണോ? അല്ല. ഇന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാൽവറിയിലെ വിശ്വാസത്താലാണ്. ഒരു കാലഘട്ടത്തിൽ രണ്ട് വിശ്വാസത്താൽ രക്ഷയില്ല. ദൈവം നീതിമാനാണ്. ദൈവം ഒരു 3-4 വഴി ഒരുക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അതിലൂടെ വേണമെങ്കിലും രക്ഷപ്പെടാം, ഇതിലേ കൂടെ രക്ഷപ്പെടാം, ഈ മാർഗത്തിൽ രക്ഷപ്പെടാം, അങ്ങനെ രക്ഷപ്പെടാമെന്നും പറഞ്ഞുകൊണ്ടില്ല. ഈ കാലഘട്ടത്തിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന ആ രക്തത്തിലെ വിശ്വാസമാണ്. ആ കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ ആഴമായ സമർപ്പണത്തിലാണ് ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. യഹൂദനായാലും ശരി, അവിടുത്തെ ഏത് വലിയ തിരുമേനിയായാലും ശരി, അവരെന്തെല്ലാം അവിടെ പണിതാലും ശരി, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കാൽവറി ക്രൂശിൽ വരണം. അവർ എത്ര ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ള ജനമാണെന്ന് പറഞ്ഞാലും, എത്രമാത്രം ദൈവത്തിൻ്റെ ഒരു പ്രിവിലേജ് അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാം ശരി തന്നെ. കാര്യം ദൈവത്തിന് അവരെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അത് നിവർത്തിക്കാനായിട്ട് ദൈവം പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ശരി തന്നെ. പക്ഷേ ഈ ടൈം പീരീഡിൽ, ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന കഴിഞ്ഞ 2000 വർഷമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഈ കാലയളവിൽ രക്ഷയ്ക്ക് ഒരേ ഒരു പദ്ധതിയുള്ളൂ. അത് യഹൂദനായാലും ശരി, അമേരിക്കക്കാരനായാലും ശരി, ഓസ്ട്രേലിയയിലുള്ളവരായാലും ശരി, ഇന്ത്യക്കാരനായാലും ശരി, കർത്താവിൻ്റെ കാൽവറി അല്ലാതെ വേറെ ഒരു മാർഗവും ഇന്ന് രക്ഷയ്ക്കായിട്ട് നമുക്കില്ല. ഹല്ലേലൂയ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. യഹൂദനെന്തോ ഒരു പ്രത്യേക പ്രിവിലേജ്ഡ് ഗ്രൂപ്പാണ്. അവർക്ക് അവരുടെ യാഗമുണ്ട്, അവർക്കെന്തോ പ്രത്യേക പ്രാർത്ഥനയുണ്ട്, അതിൽ കൂടെ അവർ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് ശുദ്ധ മണ്ടത്തരമാണ്.
മനസ്സിലായോ? അതിലൊന്നും ഇന്ന് രക്ഷയില്ല. രക്ഷ ഇന്ന് ഒരേ ഒരു കാര്യത്തിലുള്ള കർത്താവിൻ്റെ ക്രൂശിലാണ്. ഈ കാലഘട്ടം കഴിഞ്ഞ് നാം ഇവിടുന്ന് പോന്നു കഴിയുമ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു കാലം വരും. അന്ന് അവരുടെ പഴയ പദ്ധതികളൊക്കെ ആരംഭിക്കും. അന്ന് അവർക്ക് രക്ഷയുണ്ട്, അവരോട് പറഞ്ഞിരിക്കുന്ന ആ മാർഗത്തിൽ. ബട്ട് അത് ഈ കാലഘട്ടമല്ല. ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെയാണ് വേർപാടിൻ്റെ നടിച്ചുവറിൻ്റെ ഒക്കെ വ്യത്യാസം നമുക്ക് മനസ്സിലാകുവാനായിട്ട് പോകുന്നത്. ഇവിടെ ഇത് നിലനിൽക്കുന്ന കാലത്ത് ആണ് കർത്താവ് ലോകത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്കല്ല, അത് അയച്ചിട്ടില്ല എന്ന് പറയാൻ കാര്യം. കർത്താവ് ലോകത്തിൽ വരുമ്പോൾ ഈ വേർപാടിൻ്റെ നടിച്ചുവർ നിലനിൽപ്പുണ്ട്. മനസ്സിലായോ? യഹൂദനും ജാതിയും തമ്മിലുള്ള വ്യത്യാസം സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അതിന് നടുക്കത്ത് ഈ വേർപാടിൻ്റെ നടിച്ചുവർ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കർത്താവ് വരുമ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്കല്ല, അത് അയച്ചിട്ടില്ല. കനാന്യ സ്ത്രീ വന്നിട്ട് കർത്താവിനോട് തൻ്റെ മകൾ ഭൂതോപദ്രവവും ബാധിച്ചിരിക്കുന്നു, നമുക്ക് സൗഖ്യം വേണമെന്ന് പറയുമ്പോഴും കർത്താവ് അവളെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവളോട് പറയുന്നത്, മക്കളുടെ അപ്പം യഹൂദൻ്റെ അടുക്കലേക്ക് എന്നെ അയച്ചിരിക്കും. മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അത്രയ്ക്ക് അറയ്ക്കപ്പെട്ടവരും ഇതിനിടയിലൂടെ ഒരു വലിയ വേർപാടിൻ്റെ നടിച്ചുവറുണ്ട്. ഇവിടെ ശിഷ്യന്മാരെ കർത്താവ് ലോകത്തിലേക്ക് അയക്കുമ്പോൾ, അവരോട് സുവിശേഷം പറയാൻ അയക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 12 ശിഷ്യന്മാരെ വിളിക്കുക. 10-ാമത്തെ അധ്യായത്തിൽ അവർക്കെല്ലാം അവരെ പേര് ചൊല്ലി വിളിച്ച് 12 പേരെ കർത്താവ് സുവിശേഷം അറിയിക്കാനായിട്ട് അയക്കുക. എന്ത് സുവിശേഷമായി അറിയിക്കുന്നത്? അവരുടെ സുവിശേഷമായി. യേശു തന്നെ ക്രിസ്തു, അതാ അവരുടെ സുവിശേഷം, അതാ അവർ പ്രസംഗിക്കുന്നത്. അല്ലാതെ കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടാൻ പോകുന്നു, അതിലൂടെ ഒഴുകുന്ന രക്തത്താൽ ഒരു റിക്കൺസിലിയേഷൻ നടക്കാൻ പോകുന്നു, ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ വരാൻ പോകുന്നു, അതിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള സുവിശേഷമല്ല. അത് അവർക്ക് അന്നും അറിയത്തില്ല, മരണത്തിൻ്റെ തലേദിവസം പോലും അറിയത്തില്ല, മരിച്ചു കഴിഞ്ഞിട്ടും അറിയത്തില്ല. അതല്ല അവർ പ്രസംഗിക്കുന്നത്. ഇവിടെ കർത്താവ് അവരെ സുവിശേഷം അറിയിക്കാൻ വിടുമ്പോഴും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം അവിടെ പറയുന്നത്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവീൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? കാര്യം അതൊരു വേർപാടിൻ്റെ നടിച്ചുവർ അവിടെ നിൽക്കുക. അവിടെ ജാതികളുടെ അടുക്കൽ പോകണ്ടെന്ന് പറയുക. വൈ? കാര്യം അവർ ഈ കൂട്ടത്തിലുള്ളവരല്ല. എന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ അയച്ചിട്ടില്ല. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും. അതെന്താ? ശമര്യരുടെ പട്ടണത്തിൽ എന്താ കടന്നാൽ കുഴപ്പം? ശമര്യരുടെ ഗ്രാമങ്ങളിൽ കടക്കാം. കർത്താവ് ജനിച്ചത് തന്നെ ശമര്യയിലാണ്. കർത്താവ് നസറേത്തിലാണ് ജനിക്കുന്നത്. അത് ശമര്യയിലെ ഒരു സ്ഥലമാണ്. ശമര്യയിലെ ഗ്രാമങ്ങളിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്പെസിഫിക്കായിട്ട് ഇവിടെ പറയുക, ശമര്യയുടെ പട്ടണങ്ങളിൽ കടക്കല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശമരിയായ അശൂർ പ്രവാസത്തിൽ പോയതിനു ശേഷം അസിറിയൻ രാജാക്കന്മാർ അവിടുത്തെ മെയിൻ പട്ടണങ്ങളെ മുഴുവൻ പിടിച്ച് അവിടെ ജാതീയ ആൾക്കാരെ കൊണ്ട് പാർപ്പിച്ചിരിക്കുക. ശമര്യരുടെ പട്ടണങ്ങളിൽ മുഴുവനും ജാതികളാണ് താമസിക്കുന്നത്. ഞാൻ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ മുമ്പുള്ളൊരു ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പല ജാതീയ ആൾക്കാരെയും കൊണ്ടുവന്ന് ശമര്യരുടെ പട്ടണങ്ങളിൽ പാർപ്പിച്ചിരിക്കുക. അതുകൊണ്ട് സ്പെസിഫിക്കായിട്ട് കർത്താവ് പറഞ്ഞത്, ശമര്യരുടെ പട്ടണങ്ങളിൽ കടക്കരുത്. അവരുടെ ഗ്രാമങ്ങളിൽ കർത്താവ് തന്നെ പല സിനഗോഗുകളിലും പോയി പ്രസംഗിക്കുന്നുണ്ട്, പലയിടത്തും പോയി അവരോട് സുവിശേഷം അറിയിക്കുന്നുണ്ട്. കർത്താവ് ജനിച്ചത് തന്നെ ശമര്യയിലാണ്. 12 ശിഷ്യന്മാരും ശമര്യയിൽ നിന്നുള്ളവരാണ്. അവർ ഗലീലയിൽ നിന്നുള്ളവരാണ്. ഗലീലയൊക്കെ ശമര്യയിലാണ്. ശമര്യയിൽ പോകലെന്നല്ല, ശമര്യരുടെ പട്ടണത്തിൽ കടക്കല്ല. കാര്യം അവിടെ ജാതീയ ദേശക്കാരാണ് അവിടെ വാഴുന്നത്. അതുകൊണ്ടാണ് ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ പോകാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ ആടുകളുടെ അരികിൽ തന്നെ, കാണാതെ പോയ ആടുകളുടെ അരികിൽ തന്നെ ചെല്ലുവിൻ. ഇതിൻ്റെ എല്ലാ ആകെ തുക എന്താണെന്നറിയാമോ? ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ജനമാണ്. അവരോട് സുവിശേഷം അറിയിക്കാനാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത്. ഇതിനിടയിലൂടെ വേർപാടിൻ്റെ ഒരു നടിച്ചുവർ നിൽക്കുകയാണ്. അന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. ബൈ ചാൻസ് നിങ്ങൾ ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബിക്കം എ ജൂവിഷ് പ്രോസലൈറ്റ്. യഹൂദീയ മതാനുസാരിയായി മാറിയാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. ആ കാലഘട്ടം അല്ല ഇത്. ആ ഒരു വിശ്വാസം, ആ ഒരു നടിച്ചുവർ ദൈവം ഇടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ജെറുസലേം ടെമ്പിൾ, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബൈബിൾ, ആ ഒരു ബൈബിളിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ ഉണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബൈബിൾ എന്ന് പറയുന്ന ആ ബൈബിളിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ, അതിൽ എഴുതിയിരിക്കുന്ന ഒരു വലിയ ഒരു സംഗതി അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ്
യെരുശലേം ദേവാലയത്തിൽ നടന്ന ഒരു ആർക്കിയോളജിക്കൽ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ കല്ല്, അതിനകത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു കല്ല്, അതിൽ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വാചകമുണ്ട്. അത് എഴുതിയിരിക്കുന്നത് ആ കല്ല് കാണിച്ചിരിക്കുന്ന ആ പോർഷൻ അതിന് അകത്തേക്ക് ജാതികളായിട്ടുള്ള ഒരു മനുഷ്യനും കടക്കാൻ പാടില്ല. അവിടെ ആരെങ്കിലും കടന്നിട്ടുണ്ടെങ്കിൽ അവൻ മരണയോഗ്യനാണെന്നുള്ളത് അവൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കല്ല, ഒരു ചുമന്ന കല്ലിൽ എഴുതിയിരിക്കുക. അതായത് ചില ഭാഗം ദേവാലയത്തിൽ തന്നെ അതിൻ്റെ ആ കോർട്ട്യാർഡുണ്ട്, അതിൻ്റെ ചില ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തോട്ടൊരു ജാതികൾ കടക്കാൻ പാടില്ല. എനിക്ക് നിങ്ങൾക്കൊക്കെ ആ കാലഘട്ടത്തിൽ അവിടോട്ട് അടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വേർപാടിന് നടിച്ചുവർ അതിനിപ്പുറത്ത് നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. യഹൂദനുള്ള പ്രിവിലേജ് നമുക്കില്ല. അവർ ദൈവജനമാണ്. അവർക്കാണ് നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ആലയവും പിതാക്കന്മാരും വാഗ്ദത്തങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. നാം അക്കാലത്ത് ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. ഈ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. ഇത് പൗലോസ് അപ്പോസ്തലന് നല്ലവണ്ണം അറിയാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസിനെ കൊല്ലുവാനായിട്ട് അവരൊരു കേസ് കെട്ടിച്ചമയ്ക്കുന്നുണ്ട്. അവസാനം 21, 22 അധ്യായങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ ഈ കല്ല് കഴിഞ്ഞ്, അതായത് അതിന് ഉള്ളിലുള്ള കോർട്ട്യാർഡിൻ്റെ അത് കഴിഞ്ഞിട്ട് വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുന്നൊരു ഭാഗമാണ്. അവിടെ ഒരു ജാതീയനെയും കൊണ്ട് അകത്ത് കടന്നു എന്നുള്ളതായിരുന്നു പോളിനെതിരായിട്ടുള്ള അക്യൂസേഷൻ. പോളിനെതിരായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന കുറ്റം അതാണ്. ത്രോഫിമോസ് എന്ന് പറയുന്ന ഒരു എഫെസോസുകാരനെയും കൊണ്ടാണ് പോൾ വന്നു കഴിഞ്ഞപ്പോൾ പോൾ ഈ ദേവാലയത്തിൽ കിടക്കുകയും ദേവാലയം തീണ്ടിച്ചു കളഞ്ഞു. ഒരു ജാതിയനെ കൊണ്ട് ആ കടന്നുകൂടാത്ത സ്ഥലത്ത് കയറി എന്ന് പറഞ്ഞിട്ടാണ് പോളിനെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ഇത് പോളിന് നല്ലവണ്ണം അറിയാം. ആ ഒരു വേർപാടിന് നടിച്ചുവർ, അതിനപ്പുറത്തോട്ട് ജാതികൾക്ക് കടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് ദൈവം ഈ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് നമ്മളെയും യഹൂദനെയും കൂടെ ഒന്നാക്കി തീർത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വേർപാടിൻ്റെ നടിച്ചുവർ എന്ന് ഇടിച്ചു കളഞ്ഞു എന്നുള്ളൊരു സത്യമാണ് നാം ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടുന്നത്. ഇവിടെ ജൂ ആൻഡ് ജെൻഡയിൽ വ്യത്യാസം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഇവർക്കൊരു 12 ശിഷ്യന്മാർക്ക് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ ലോകമെമ്പാടും പോയി സകല ജാതിയോടും സുവിശേഷം അറിയിക്കാനല്ല പറഞ്ഞത്. നമ്മുടെ ആ ട്രാൻസ്ലേഷനിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിലേക്കുള്ള വ്യത്യാസമാണത്. ഹോൾ നേഷൻ ഗോ ആൻഡ് പ്രീച്ച് ടു ദ ഹോൾ നേഷൻസ് എന്നാണ്. ഈ നേഷൻസ് എന്ന് പറഞ്ഞ കാര്യം ലോകം മുഴുവൻ അവൻ ചിതറിക്കിടക്കുക. യഹൂദൻ യെരുശലേമിലുള്ളത് 30-40% ഉള്ളൂ. ബാക്കി 60-70% ഉലകം മുഴുവൻ ചുറ്റി ചിതറിക്കിടക്കുക. അവരോട് മുഴുവൻ ഈ സുവിശേഷം അറിയിക്കണം. യഹൂദിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോരാ, ഇത് ലോകം മുഴുവനുള്ളവർ അറിയണം. അതുകൊണ്ട് അവരോട് പറയുക, എത്രയും പെട്ടെന്ന് പോയി ഉലകം മുഴുവൻ ചുറ്റിക്കിടക്കുന്നവരോട് ഈ സത്യസുവിശേഷം അറിയിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർ മുതലേ തല തല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്വർഗരാജ്യം അത് കൈക്കലായിരിക്കുന്നു, അതിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നുള്ള സുവിശേഷം അറിയിക്കണം. അതാണ് ഗ്രേറ്റ് കമ്മീഷൻ. അതിനുവേണ്ടി പ്രത്യേക ശക്തി പകർന്ന് പ്രത്യേക കൃപകളും വരങ്ങളും ഒക്കെ കൊടുത്ത് അവരെ പാപം മോചിക്കാൻ വരെയുള്ള അധികാരം കൊടുത്ത് ദൈവം അവരെ കൽപ്പിച്ചാക്കുന്ന ഒരു ദൗത്യമായി, മഹാദൗത്യം. മത്തായി 28:19-20 പറയുന്ന, പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. മനസ്സിലായോ? ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ പോയിട്ട് അവരെ രക്ഷിക്കാൻ എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. ഈ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോഴും ഈ വേർപാടിൻ്റെ നടിച്ചുവർ അവിടെ നിപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റതിന് ശേഷമല്ലേ ഈ ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തത്? മരിച്ചപ്പോഴല്ലേ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്? ക്രൂശിൽ വെച്ചല്ലേ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്? അതിനുശേഷമല്ലേ ഈ ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തത്? വലിയൊരു സംശയമാണ്. തീർച്ചയായിട്ടും ആണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് കാൽവറിയിൽ വെച്ചാണ് ഈ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞതിനെ നിരപ്പാക്കിയതെങ്കിലും അത് വെളിപ്പെട്ടിട്ടില്ല. അതിനുശേഷം അവർക്ക് ആർക്കും വെളിപ്പെട്ടിട്ടില്ല. കാൽവറിയിൽ കർത്താവ് നിവർത്തിച്ച രക്ഷണി പ്രവൃത്തിയിൽ രക്ഷയുമുണ്ട്, പക്ഷെ അതും വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കാൻ പറയുന്നത്. അത് എന്ന് വരെ വെളിപ്പെട്ടിട്ടില്ലയോ അന്ന് വരെ നമുക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. 12 അപ്പോസ്തലന്മാർക്ക്
ഈ വേർപാട് നടിച്ചവർ അവർ പറയുന്ന ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആർക്കും ആ വേർപാട് നടിച്ചവർ ഇടിച്ച് കളഞ്ഞതായിട്ട് അറിയത്തില്ല. ഓൾറെഡി കർത്താവ് ക്രൂസിലാണ് അത് ഇടിക്കുന്നതെങ്കിലും ഇറ്റ് ഹാസ് നോട്ട് ബീൻ റിവീൽ ടു എനിബഡി. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് വെളിപ്പെടുത്താനാണ് ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത്. അത് പോളിനാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പോളിന് കിട്ടിയ ആ ഒരു വെളിപ്പാടാണ് എഫേസ്യ ലേഖനത്തിൽ കൂടെയും കൊലോസി ലേഖനത്തിൽ കൂടെയും ഗലാത്യ ലേഖനത്തിൽ കൂടെയും ഒക്കെ എഴുതി, റോമ ലേഖനത്തിലൂടെ ഒക്കെ എഴുതി നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ 13 ലേഖനത്തിൽ കൂടിയാണ് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്താണ്, കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തി എന്താണ് എന്ന് ലോകത്തിന് വെളിപ്പെടുന്നത്. അത് മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. ഇറ്റ് വാസ് കെപ്റ്റ് ഹിഡ് ഇൻ ഗോഡ്. സ്വർഗത്തിൽ ദൈവം മറച്ചു വെച്ചിരുന്നൊരു സ്വർഗീയ മർമ്മമാണ്. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും ചോദിക്കുന്നുണ്ട്. അതിൻ്റെ 28-ാമത്തെ വാക്യമൊക്കെ വായിച്ച് കേൾപ്പിക്കണ്ടേ, പക്ഷെ അത്രയും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതിൻ്റെ 28-ാമത്തെ വാക്യം മാത്രം വേണമെങ്കിലൊന്ന് വായിക്കാം. പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഗ്രേറ്റ് കമ്മീഷൻ കിട്ടി എന്ന് നിങ്ങൾ പറയുന്ന ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസ് കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 10-ൽ പറയുന്ന കൊർന്നല്യോസിൻ്റെ വീട്ടിലെ പത്രോസ് അപ്പോസ്തലൻ്റെ വിസിറ്റ്. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്ന് ചോദിക്കുക. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ താമസിക്കുന്നത് എവിടെയാണെന്നറിയാമോ? യോപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യഹൂദനായ തോൽക്കൊല്ലൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. തോൽക്കൊല്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോല് കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അതിനുവേണ്ടി ചത്ത മൃഗങ്ങളെ അവിടെ കൊണ്ടുവരണം, അതിൻ്റെ തോലുരിക്കണം. അതിൻ്റെ തോലും അതിൻ്റെ ചോരയും ചത്ത മൃഗങ്ങളെ കൂട്ടിയിട്ടേക്കുന്നിടത്തുനിന്ന് അതിനെ കീറി അതിൻ്റെ തോലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പണിയാണ് അത് ഏറ്റവും ഭയങ്കര ഒരു നാറ്റക്കേസ് പണിയാണ്. ഒരു മഹാ സ്റ്റിങ്കിങ് ജോലിയാണത്. അതിനെ ഞാൻ കുറച്ച് കാണുന്നില്ല, പക്ഷേ അത് യഹൂദന്മാർ സാധാരണ ചെയ്യത്തില്ല. അത് ചെയ്താൽ തന്നെ എവിടെയെങ്കിലും ആറ്റിൻ്റെയോ തോട്ടിൻ്റെയോ കടലിൻ്റെയോ ഒക്കെ കരയ്ക്ക് താമസിക്കുന്നവരെ അത് ചെയ്യത്തുള്ളൂ. കാര്യം കഴുകാനും എടുക്കാനും സിറ്റിയിലോട്ടൊന്നും അത് കൊണ്ടുവരത്തില്ല. അങ്ങനത്തെ ഒരു തോൽക്കൊല്ലൻ്റെ വീട്ടിൽ പത്രോസ് താമസിക്കുക. അവിടെ താമസിക്കുന്നതിന് പത്രോസ് അപ്പോസ്തലന് കുഴപ്പമില്ല, കാര്യം അവൻ യഹൂദനാണ്. ഇവിടെ ഇറ്റലിക്കാരൻ ഒരു പട്ടാളത്തിൻ്റെ മേജർ ജനറലാണ് കൊർന്നല്യോസ് എന്ന് പറയുന്നത്. സെഞ്ചൂറിയനാണ്, 100 പട്ടാളക്കാർക്ക് അധിപനാണ്. ഇവിടെ ഒരു വലിയ ജനം കൂടിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ വസതിയിൽ പത്രോസ് അപ്പോസ്തലൻ വന്നിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ഈ വായിച്ച് കേൾപ്പിക്കുന്നത്. ഇവിടെ പറയുകയാണ്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം. ആ തോൽക്കൊല്ലക്കാരൻ്റെ വീട്ടിൽ, ആ ചത്ത മൃഗങ്ങളുടെ തോലുരിക്കുന്ന വീട്ടിൽ കിടക്കുന്നതിന് പത്രോസ് അപ്പോസ്തലന് കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യഹൂദനാണ്, ഇത് ജാതിയാണ്, ഇവിടെ വരാൻ പറ്റത്തില്ല. കാര്യം ഇതിനിടയിലൂടെ ഒരു വേർപാടിൻ്റെ നടിച്ചുവർ ദൈവം കാലാകാലങ്ങളായിട്ട് കെട്ടിയിരിക്കുന്നതാണ്. ഇത് കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ് പെന്തക്കോസിൻ്റെ അനുഭവം കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ൽ പറയുന്ന കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒന്നും ഈ കാര്യം വെളിപ്പെട്ടിട്ടില്ല. ഒത്തിരി എക്സാമ്പിളുകൾ ഞാൻ ഇതിനകത്തിൽ എടുത്ത് കാണിക്കുവാൻ കഴിയും. നിറയെ എക്സാമ്പിളുകൾ ഞാൻ ഈ വിഷയം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ മത്തായി, മർക്കോസ്, ലൂക്കോസിൻ്റെ കാലത്തും അപ്പോസ്തല പ്രവൃത്തികൾ 1 മുതൽ 9 വരെയുള്ള കാലത്തും ഈ മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ക്രൂശിൽ അത് ഇടിച്ച് കളഞ്ഞു എന്നുള്ളത് വാസ്തവമാണെങ്കിലും അത് വെളിപ്പെട്ടിട്ടില്ല. അത് വെളിപ്പെടാത്തിടത്തോളം കാലം അത് നിൽക്കുന്നതിന് തുല്യമാണ്. ഫോർ എക്സാമ്പിൾ, ക്രൂസിൽ കർത്താവ് മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ ഇടിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും അത് വെളിപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ക്രൂസിൽ മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് കർത്താവ് യാഗമായി എന്നുള്ളത് വാസ്തവമാണെങ്കിലും അത് ജനത്തിന് വെളിപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് വീണ്ടും സ്നാനം കഴിക്കാനും മാനസാന്തരപ്പെടാനും കാത്തിരിക്കുവാനും ഒക്കെ പറയാം. കർത്താവിൻ്റെ ക്രൂസിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. ബട്ട് ദാറ്റ് ഹാസ് നോട്ട് ബീൻ റിവീൽഡ്. അത് വെളിപ്പെട്ടിട്ടില്ലാത്തത് കാരണം അത് നടന്നിട്ടില്ലാത്തതിന് തുല്യമായിട്ട് ജനത്തിന് അറിയത്തുള്ളൂ. 3, ക്രൂസിലൂടെ യഹൂദന് മാത്രമല്ല ജാതികൾക്കും രക്ഷ എന്നുള്ള പദ്ധതി ക്രൂസിലൂടെ ദൈവം ആരംഭിച്ചിരിക്കുക. പക്ഷേ അത് വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ജാതികളുടെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഒരു ജാതിയനും അവിടെ എത്തിയിട്ടില്ല. ഇറ്റ് വാസ് മെൻറ്റ് ഫോർ ഈ ജ്യൂസ് ഉള്ളി, യഹൂദിന് വേണ്ടി മാത്രമുള്ള പദ്ധതിയായിട്ടാണ് അവരതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ക്രൂശിലൂടെ രക്ഷ ന്യായപ്രമാണത്തിൽ നിന്ന് കൃപയാൽ രക്ഷ എന്നുള്ള പദ്ധതിയിലേക്ക് ക്രൂശിലൂടെ ആരംഭിച്ചു. ക്രൂശിൽ കൂടി ന്യായപ്രമാണത്തെ നീക്കിക്കളഞ്ഞ് നടുവിൽ അത് തറച്ച് അതിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുക ക്രൂശിൽ ന്യായപ്രമാണത്തെ. എന്നാൽ അത് വെളിപ്പെട്ടിട്ടില്ല. കൃപയാലാണ് രക്ഷ എന്നുള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും ദാറ്റ് ഹാസ് നോട്ട് ബീൻ റിവീൽഡ്. അത് വെളിപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ നടക്കുന്നത്. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ പോളിനെ ദൈവം വിളിക്കുക. പോൾ ആ ഒരു സ്വർഗീയ സത്യം വെളിപ്പെടുത്തുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ അതിനെ വിവരിച്ചിരിക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം ഞാനൊന്ന് വായിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. അധികം സമയം എടുക്കുന്നില്ല. 13 മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുക. 13-ാമത്തെ വാക്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 13 മുതൽ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കുവാൻ ഒരല്പമെങ്കിലും ദൈവസ്നേഹം ഉള്ളിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ ഇത് മനസ്സിലാകാനുള്ള കാര്യമേ ഉള്ളൂ. 13-ാം അധ്യായം 13-ാം വാക്യം. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് ഇതിനോട് അടുക്കാൻ പറ്റാത്തവണ്ണം നിങ്ങൾ ദൂരസ്ഥരായിരുന്നു. ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. നിങ്ങൾ എന്തിലാണ് സമീപസ്ഥരായിത്തീർന്നേ? ന്യായപ്രമാണം ഫോളോ ചെയ്തിട്ടാ? വെള്ളത്തിൽ മുങ്ങിയിട്ടാ? നിങ്ങൾ മര്യാദയ്ക്ക് ജീവിച്ച് നല്ല വിശുദ്ധനായിട്ട് ജീവിച്ച് കാണിച്ചിട്ടാ? ഇവിടെ വായിച്ചത് എന്താ നോക്കിയേ. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് സേവ്സ് യു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ ക്രിസ്തുവിൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ. 14-ാമത്തെ വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. ആരാ ഇരുപക്ഷം? ജാതികളും യഹൂദനും 2 പക്ഷമായിരുന്നു. അവരെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്തിൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിച്ചു. ജ്യൂ ജെൻഡായിൽ ചേർന്നുള്ള ഒരു പുതിയ മനുഷ്യൻ. മനസ്സിലായോ? പണ്ടത്തെ പോലെ 2 വേർപെട്ട് നിൽക്കുന്നതല്ല, 2 പേരെയുടെ ചേർത്തുള്ള ഒരു പുതു മനുഷ്യൻ, എ ന്യൂ മാൻ. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. 16. ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. 17. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. 2 പേരെയും രക്ഷിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ പദ്ധതി. ഇതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. യഹൂദന് മാത്രമുള്ള പ്രിവിലേജ് അല്ല, എല്ലാവർക്കും രക്ഷിക്കപ്പെടാവുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്നൊരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. പണ്ട് അവിടോട്ട് അടുക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് നോക്കാനുള്ള പ്രിവിലേജ് നമുക്കില്ലായിരുന്നു. ഇന്ന് ആകയാൽ അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വീട്ടുകാരായി മാറിയിരിക്കുക നമ്മൾ. അതിൻ്റെ ആഴം, അതിൻ്റെ ആ ഒരു തീവ്രത നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഈ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളയുന്നത് ക്രൂശിൽ യാഗമായി തീരുമ്പോഴാണ്. എന്നാൽ ആ ക്രൂശിൽ എന്താ നടന്നതെന്നുള്ളത് ഒരു മനുഷ്യർക്കും വെളിപ്പെട്ടിട്ടില്ല. ദൈവം അത് മറച്ചു വെച്ചിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് അത് വെളിപ്പെടുത്തി അതിനുശേഷം അതിലൂടെ ആരംഭിക്കുന്ന ഒരു പുതിയ പദ്ധതിയുണ്ട്. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന കാലഘട്ടവും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയും. അത് സ്വർഗത്തെ വീണ്ടെടുക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതിനു മുമ്പ് അതുവരെ ഉണ്ടായിരുന്ന യഹൂദിയ പദ്ധതിയാണ് കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത്. ഇതിനിടയിൽ കൂടി ഉണ്ടായിരുന്ന ഒരു വേർപാടിൻ്റെ നടിച്ചുവർ അതുവരെ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ അത് ഇടിച്ചു കളഞ്ഞെങ്കിലും ഒരു കാലഘട്ടം വരെ, അതായത് കാൽവറിയിൽ അത് ഇടിച്ചു കളഞ്ഞെങ്കിലും പോളിനെ വിളിക്കുന്ന ആ ഒരു കാലം വരെ അത് ഇടിച്ച് കളഞ്ഞു എന്നുള്ളത് ഡിക്ലെയർ ചെയ്തിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല, അത് ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് യാഗങ്ങളും തിരുനാളുകളും പെരുന്നാളും ന്യായപ്രമാണമൊന്നും വേണ്ടായെങ്കിലും കർത്താവ് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ
നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്, മനസ്സിലായോ, സകലരോടും ഈ സുവിശേഷം അറിയിക്കാൻ പറയുക. അതിലാരെങ്കിലും ജാതികൾ ഇതിൽ രക്ഷിക്കപ്പെടുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഹീ ക്യാൻ കം, ബട്ട് ഹീ ഹാസ് ടു ബിക്കം എ ജൂവിഷ് പ്രോസലൈറ്റ്. അവനൊരു യഹൂദ മതാനുസാരിയായി മാറണം. ക്രൂസിലെ വിശ്വാസത്താൽ ഇന്ന് രക്ഷിക്കപ്പെടുന്ന പോലെ രക്ഷിക്കപ്പെടുന്നൊരു വിശ്വാസമല്ല പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പ്രസംഗിക്കുന്നത്. കൊർന്നല്യോസ് ഷുഡ് ബിക്കം എ ജൂവിഷ് പ്രോസലൈറ്റ്. ഭൂമിയെ അവകാശമാക്കുന്ന പദ്ധതി അവർക്ക് മനസ്സിലായിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകും, നിങ്ങളത് വിശ്വസിക്കുവാൻ കഴിയുന്നു, നിങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ അത് ഉള്ള കാലത്തോളം ബോഡി ഓഫ് ക്രൈസ്റ്റിന് വെളിപ്പെടുവാനായിട്ട് കഴിയത്തില്ല. കാരണം ഇതിൽ ജ്യൂ ഓർ ജെൻറ്റൈൽ എന്ന് പറയുന്നൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ പോളിനെ വിളിച്ച് ഇത് വെളിപ്പെടുത്തുന്നവരെ ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചിട്ടില്ല. ഇവിടുത്തെ ടേക്ക് അവേ അതാണ്. പോളിനെ വിളിക്കുന്നത് തന്നെ അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായത്തിലാണ്. അതിനുശേഷം പോളിന് ഇത് വെളിപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാണ് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് വെളിപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം അപ്പോസ്തലപ്രവൃത്തികൾ 2-ലല്ല ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നടന്ന കാര്യങ്ങളല്ല ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. അത് യഹൂദിയ വിശ്വാസമാണ്. അത് യഹൂദൻ്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്ത കാര്യങ്ങളുടെ നിവർത്തീകരണം അവിടെ നടക്കുന്നത്. ഇന്നത്തെ ക്രിസ്തീയ സമൂഹം മുഴുവനും വിശ്വസിച്ചിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 2 ചർച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ആ പെന്തക്കോസ്ത് നാളിലാണ് ചർച്ച് ആരംഭിച്ചതെന്ന് നോക്കിയാൽ എത്രമാത്രം ആ തെറ്റിപ്പോയിരിക്കുന്നതെന്ന് അറിയാമോ? ഈ സംഗതികൾ വാസ്തവമായിട്ട് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ റൈറ്റ് ഡിവിഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, വേർപാടിന് നടിച്ചുവർ എവിടെ ഇടിച്ചുവെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ എത്രമാത്രം ഓവർലാപ്പിംഗ് അതിൽ വന്നിരിക്കുന്നത് കാണുന്നുണ്ടോ? മുഴുവൻ അടിസ്ഥാന പ്രമാണങ്ങൾ മാറിപ്പോയിരിക്കുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളിൽ അല്ല തങ്ങളുടെ രക്ഷാമാർഗം പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിലാണ്. അതിൻ്റെ അവസാനത്തിലാണ് കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുന്നത്. ആ ക്രൂശീകരണം നടക്കുന്നത് പറഞ്ഞാച്ച ആ ബുക്കുകൾ അവസാനിക്കുക. എന്നാൽ ക്രൂശിൽ എന്ത് നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ലേഖനങ്ങളിലാണ്. അത് പോളിൻ്റെ ലേഖനങ്ങളിലാണ്. അത് പോളിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. അതിൽ കൂടിയാണ് ക്രിസ്തീയ മാർഗം ആരംഭിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേർപാടിന് നടിച്ചവർ എവിടായിരുന്നു, എന്തിന് ദൈവം അത് ബിൽഡ് ചെയ്തു, എന്നത് ദൈവം ഇടിച്ചു, എന്നത് ദൈവം റിവീൽ ചെയ്തു എന്നുള്ള സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് അല്പമായിട്ടെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യുവാൻ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിച്ചത്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമ്മുടെ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ് എന്നുള്ളതാണ്. നിങ്ങൾ വേറെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഇന്നത്തെ രക്ഷ. ഇന്നത്തെ രക്ഷാ പദ്ധതി കർത്താവ് നിവർത്തിച്ചിരിക്കുക. അതിൽ നിങ്ങൾ എത്രമാത്രം ആഴമായിട്ട് വിശ്വസിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രക്ഷ. ഹല്ലേലൂയ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. അതിൻ്റെ 7-ാം വാക്യം കണ്ടില്ലേ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവിടെ പറയുന്നത് കണ്ടോ? അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്, പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ടെന്ന്. എന്തിൽ? അവൻ്റെ രക്തത്തിൽ. അതാണ് നമ്മുടെ രക്ഷാ പദ്ധതി. അതാണിന്ന് നമ്മുടെ രക്ഷാമാർഗം. കർത്താവിൻ്റെ ക്രൂശാണ്. അതിലെ നമുക്കിന്ന് വീണ്ടെടുപ്പുണ്ട്. ഇന്ന് മിഡിൽ വാൾ ഓഫ് പാർട്ടീഷൻ, ഈ വേർപാടിന് നടിച്ചുവർ ഇന്ന് നിലനിൽപ്പില്ല. എന്നാൽ അബ്രഹാമിൻ്റെ കാലത്ത് കെട്ടിയ ആ നടിച്ചുവർ ക്രൂശിൽ മാറിപ്പോയെങ്കിലും അത് വെളിപ്പെട്ടതും അത് പ്രാബല്യത്തിൽ വരുന്നതും പൗലോസ് അപ്പോസ്തലൻ കൂടി ഈ മഹൽ സത്യം ദൈവം വെളിപ്പെടുത്തിയതിനു ശേഷമാണ്. മീനിങ് ടു സേ, ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത് 12 അപ്പോസ്തലന്മാരിൽ കൂടെയല്ല, മറിച്ച് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ വെളിപ്പെട്ട സ്വർഗീയ മർമ്മമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു തോട്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇടുവാൻ, ഈ ഒരു ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. ഈ ഒരു ചിന്തയിൽ കൂടി ദൈവം പല ആലോചനകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തരട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ അത് മതിക്കുവാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കട്ടെ. ഈ സത്യം ഉൾക്കൊള്ളുവാൻ ദൈവം വീണ്ടും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ശോഭിതത്തിനാ പ്രാർത്ഥനേ രക്ഷപ്പെട്ടോരക്കരെ
ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭ ധരിപ്പാൻ ഉയർത്തുതൻ ഭക്തർ ഭവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൻ മാർത്തരത്തിൽ എന്റെ വേല തീർത്തിൽ ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും ഉറപ്പോടെ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും When the trumpet of the Lord shall sound and time shall be no more and the morning breaks eternal bright and fair when the saved of earth shall gather over on the other shore and the roll is called up yonder I'll be there when the roll is called up yonder 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 I'll be there when the roll is called up yonder 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 I'll be there പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും എൻ പേരും നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നം സർവശക്തനുമായ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ നല്ല പകൽ സമയത്തെ ഓർത്ത് കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളെന്നുള്ള നിലയിൽ ദൈവമേ ആ ദൈവത്തിൻ്റെ പദ്ധതിക്ക് കീഴിലാകുവാനുമായിട്ട് ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയാൽ ദൈവമേ ആ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുവാനായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവം ഞങ്ങൾക്ക് നല്ല അവസരം നൽകി. ദൈവമേ അത് എത്രയോ വലിയ ഭാഗ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതെന്ന് കർത്താവെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ്. ദൈവമേ അത് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ബുദ്ധിയോ ഞങ്ങളുടെ ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല, തീർത്തും സൗജന്യമായിട്ടുള്ള രക്ഷയാണ് ദൈവമേ ഞങ്ങളുടെ മേൽ വന്നതെന്ന് കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പ്രവൃത്തിയൊന്നും അതിന് കാരണമല്ല, സ്വർഗത്തിൻ്റെ ദാനം മാത്രമാണ് എന്ന് കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ദൈവമേ ഞങ്ങളുടെ പണ്ടത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവമേ അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്നു. എന്നാൽ ദൈവമേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് മഹാസ്നേഹം ഞങ്ങളുടെ മേൽ ഉദിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമേ ഞങ്ങൾക്ക് ജീവൻ പ്രാപിക്കുവാൻ ദൈവമേ ഞങ്ങൾക്കിടയായി തീർന്നു. അതോർത്ത് എന്നിവിടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കേട്ടതായിട്ടുള്ള വചനത്തെയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവമേ ഇവിടെ പ്രഘോഷിച്ചതായിട്ടുള്ള വചനം ദൈവമേ അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നാട്ടെ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങൾ കേട്ടതുപോലെ ആ വേർതിരിച്ചതുള്ളതായിട്ടുള്ള സുവിശേഷമാണെന്ന് വേദപുസ്തകത്തിലുള്ളത്, രാജ്യത്തിൻ്റെ സുവിശേഷം അതുപോലെ തന്നെ ദൈവമേ ആ കൃപയുടെ സുവിശേഷം. ദൈവമേ അത് രണ്ടും മനസ്സിലാക്കി, അതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കി
അനേകർ ദൈവമേ ആ ദൈവിക പദ്ധതിയായിട്ടുള്ള അല്ലെ ഈ ജാതികളോടുള്ള ബന്ധത്തിലുള്ളതായിട്ടുള്ള ആ രക്ഷാകര പദ്ധതിയിലേക്ക് വരുവാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അവസരം കൊടുത്താട്ടെ എന്ന് കർത്താവേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനേകർക്ക് ആ സത്യം മനസ്സിലാക്കി കേൾക്കുന്നതായിട്ടുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമേ അവരുടെ ബുദ്ധിയെ തുറന്ന് ദൈവമേ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗവാക്കാകുവാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് എല്ലാ നല്ല അവസരങ്ങളും കൊടുത്താട്ടെ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അത് അങ്ങനെ ലോകത്തിൽ ആ നിലയിൽ അനേകർ എണ്ണത്തിൽ വർദ്ധിച്ചു വരുവാനും ദൈവമേ ആ കാൽവരിയിൽ ചൊരിഞ്ഞതായിട്ടുള്ള പുണ്യരക്തത്തിലൂടെയുള്ള ആ പ്രയത്നഫലം കണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് സന്തോഷിക്കുവാനും ദൈവം അവസരം കൊടുത്താട്ടെ എന്ന് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളെ ഓർത്തപ്പം ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഞങ്ങൾ ആത്മകണ്ണുകളാൽ സ്വർഗത്തിലേക്ക് നോക്കുമ്പം ദൈവമേ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവമേ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ പോലെ പൂർണ്ണ അനുസരണമുള്ളവനായി നിന്നാണല്ലോ ദൈവമേ ഞങ്ങളെ വീണ്ടെടുത്തതെന്ന് കർത്താവെ ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ്റെ പാദാന്ത്യത്തിൽ ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. സ്വർഗ്ഗസ്ഥല പിതാവേ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേൻ, വന്ദനം നിനക്കാമേൻ, വന്ദനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മ അടിയങ്ങളോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമെമ്പാടുമുള്ള സ്വകീയ വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ ഒന്നിച്ച് പങ്കെടുത്ത എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച കൂടിക്കാണും വരെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് മറയാം. മറനാഥ, ഗ്രേസ് ബി വിത്ത് യു.